ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 128. ലുത്തിനിയയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 41. മരിയൻ ജപമാലയിലെ വാഴ്ത്തമൊഴികളിലെ 38ാമത്തെ പാപികളുടെ സങ്കേതം, റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ്. ലത്തീനില് റെഫ്യൂജിയും പെക്കാത്തോരും, റെഫ്യൂജിയും പെക്കാത്തോരും. അവർ ലേഡി ഓഫ് റെഫ്യൂജ് എന്നും ഇതിന് ഈ വാഴ്ത്തുമൊഴി അറിയപ്പെട്ടിരുന്നു. ഇല്ലേ, അഭയം നൽകുന്ന നമ്മുടെ നാഥ, അഭയം നൽകുന്ന നമ്മുടെ നാഥ, അവർ ലേഡി ഓഫ് റെഫ്യൂജ്. 8ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഈ വാഴ്ത്തുമൊഴി സഭയിൽ ഉണ്ടായിരുന്നെന്ന് തെളിവുണ്ട്. വിശുദ്ധ ജർമാനൂസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ അദ്ദേഹത്തിന്റെ കാലത്തൊക്കെ ഈ വാഴ്ത്തുമൊഴി ഉപയോഗിച്ചിരുന്ന തെളിവുണ്ട്. അതായത് ലോറേറ്റലിൽ ലുത്തിനിയ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ വാഴ്ത്തുമൊഴി മറിയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് മുതലുള്ളത് രേഖാമൂലമുള്ള തെളിവാണ്. അപ്പൊ അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നു, വാമൊഴിയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ ഈ പാപികൾ സങ്കേതം എന്ന് മറിയത്തെ വിളിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. പഴയ ഉടമ്പടിയിൽ, പഴയ നിയമത്തില് അഭയ നഗരങ്ങൾ, സിറ്റീസ് ഓഫ് റെഫ്യൂജ് എന്ന് പറഞ്ഞിട്ട് 6 നഗരങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ. ആ നഗരങ്ങൾ എന്ന് പറയുന്നത് ഖേദേശ്, ഷെഖം, ഹെബ്രോൺ, ഗോലാൻ, റാമോത്ത്, ബെത്സർ, ഇങ്ങനെ 6 നഗരങ്ങൾ. എന്താണ് ഈ അഭയ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു കയ്യബദ്ധം പറ്റിയാൽ, ഒരു കയ്യബദ്ധം, അതായത് മനഃപൂർവ്വമല്ലാതെ കൊല്ലാനിടയായാൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നമ്മൾ പറയല്ലോ. ഇപ്പൊ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആക്സിഡന്റ്, പ്യുവർ ആക്സിഡന്റ്, മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ആക്സിഡന്റ് അല്ല, ഒരു ആക്സിഡന്റ്, ഒരു അപകടം, അതിലൊരാൾ മരിച്ചു എന്ന് വിചാരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ. അങ്ങനെ സംഭവിച്ചാൽ അക്കാലത്ത് ഒരു കൊലപാതകം വന്നാൽ രക്തപ്രതികാരം എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ രക്തബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ ഈ കൊന്ന ആളെ കൊല്ലണം. അന്നത്തെ ചില വ്യവസ്ഥകളാണ്. രക്തപ്രതികാരം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, ബ്ലഡ് റിവെഞ്ച്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ അടുത്ത ബന്ധു ഈ കൊന്നവനെ, കൊലപാതകയെ കൊല്ലണമെന്നാണ്. അത് രക്തപ്രതികാരം. പക്ഷെ ഇത് മനഃപൂർവ്വമല്ല. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. അങ്ങനെ കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ അവർ ഓടി ചെന്ന് അഭയം പ്രാപിക്കേണ്ട 6 നഗരങ്ങളാണ് ഈ പറഞ്ഞത്, സിറ്റീസ് ഓഫ് റെഫ്യൂജ്. ആ നഗരത്തിൽ കയറിയാൽ പിന്നെ ഈ രക്തപ്രതികാരം ചെയ്യുന്ന ആള് തൊടാൻ പാടില്ല അയാളെ. രക്തപ്രതികാരം ചെയ്യാനുള്ള ഉറച്ചിരിക്കുന്ന ആള്, പക്ഷെ ഈ കൊലപാതകി ഓടി ഈ അഭയനഗരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിച്ചാൽ പിന്നെ ഈ രക്തപ്രതികാരം ചെയ്യേണ്ട ആള് ആ പ്രതികാരം ചെയ്യരുത്, ഈ കൊലപാതകയെ കൊല്ലരുത്. അതായത് അന്നത്തെ ഈ മോബ് ജസ്റ്റിസ് എന്ന് പറയല്ലോ, മോബ് ജസ്റ്റിസ് എന്നാൽ ജനക്കൂട്ട വിചാരണ നടത്തി കൊല്ലുന്ന ഒരു പരിപാടി, അത് സംഭവിക്കാതിരിക്കാൻ ഒരാൾക്ക് കയ്യബദ്ധം പറ്റിയതാണോ മനഃപൂർവ്വമാണോ എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അന്നുണ്ടാക്കിയ ഒരു മാർഗമാണ് ഈ അഭയനഗരങ്ങൾ. അത് പഴയ ഉടമ്പടിയില്. പുതിയ ഉടമ്പടിയില്, പുതിയ നിയമത്തില് ഈ അഭയം പ്രാപിക്കാനുള്ളത് ഒരു നഗരമല്ല, ഒരാളാണ്. പാപം ഒരു കെണിയാണ്. ഒരു അബദ്ധം പറ്റാം, മനഃപൂർവ്വമാകാം. ആ കെണിയിൽ വീഴാതിരിക്കാനും വീണാൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനും പുതിയ ഉടമ്പടിയിലുള്ളത് നഗരമല്ല, ഒരാളാണ്, ഒരമ്മയാണ്. അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെയോ മക്കളെയോ അവർക്ക് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ഏതറ്റം വരെ അവർ പോകും. ഇപ്പോ അപൂർവം ചില അമ്മമാരൊക്കെ മറിച്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം അപവാദങ്ങളാണ്, നമ്മൾ സാമാന്യവൽക്കരിക്കാൻ പാടില്ല. പൊതുവെ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ രീതി. അത് അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു ഇതാണ്. ഈ സ്ത്രീയിൽ നിന്നും അമ്മയാകുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അപ്പോൾ ഹോർമോണിൽ തന്നെ വ്യത്യാസം വരികയാണ്. സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രക്ക് ദൂരം പോലെയാണ് ആലങ്കാരികമായിട്ട് പറയാം. സ്ത്രീയിൽ നിന്നും അമ്മയിലേക്കുള്ള ദൂരം, അതായത് ഗർഭം ധരിക്കുമ്പോൾ തൊട്ട് അവളുടെ ഹോർമോണിലെ വ്യത്യാസം വന്ന് ഈ മക്കളുമായിട്ട് എങ്ങനെയൊക്കെ അർത്ഥം മാറ്റിയാലും, പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ചു മാറ്റിയാലും ഈ മക്കളുമായിട്ടുള്ള സ്നേഹബന്ധം മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അവരുടെ ആളത്വം തന്നെ മാറിപ്പോകുകയാണ്. സ്ത്രീയിൽ നിന്നും അമ്മയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്.
അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. അങ്ങനെയുള്ളൊരു അമ്മയെയാണ് ഈ അഭയനഗരങ്ങൾക്ക് പകരം അഭയം നൽകുന്ന ആളായിട്ട് ആര് നൽകിയത്? ഈശോ മിശിഹ തന്നെ നൽകിയത്. എവിടെ വെച്ച്? കുരിശിൽ അവൻ മരിക്കുന്ന നേരത്ത് മരിക്കുകയാണ്, പുത്രൻ മരിക്കുകയാണ്, ഈശോ മരിക്കുകയാണ്. അപ്പൊ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്ത് പോകുകയാണ്. ഇനി അവന്റെ കൂടെയുള്ളത് മറിയമാണ്, യേശുവിന്റെ അമ്മയാണ്. അതുകൊണ്ട് താൻ സ്നേഹിച്ച ശിഷ്യന് ഇല്ലേ, താൻ സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായിട്ട് തന്റെ തന്നെ അമ്മയെ യേശു നൽകുകയാണ്. ലോകത്ത് യേശു സ്നേഹിച്ച സകല ശിഷ്യന്മാരും പ്രതിദാനം ചെയ്യുന്ന ആളാണ് യോഹന്നാൻ അവിടെ. അതുകൊണ്ടാണ് യോഹന്നാൻ എന്ന് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയണേ. മറിയം, നസറത്തിലെ മറിയം എന്ന് പറയാതെ യേശുവിന്റെ അമ്മ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 19, 25, 27. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് യേശുവിന്റെ അമ്മയെ അമ്മയായിട്ട് നൽകുകയാണ്. അമ്മ, അതാണ് ഞാൻ പറഞ്ഞത്, അമ്മ. അപ്പൊ ഒരു നഗരം നൽകുന്ന അഭയത്തെക്കാളും വലുതാണ് ഒരമ്മ നൽകുന്ന അഭയം. ഇപ്പൊ നമ്മളിപ്പം കൊച്ചങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്ഷീണിച്ചാലും വിഷമമുണ്ടായാലും അമ്മ ഇല്ലേ, നമ്മൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മയുടെ മടി തലവെച്ച് കിടക്കും കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ മാറില് ചാഞ്ഞു കിടക്കും കൊച്ചു കുട്ടികളാണെങ്കിൽ. അതൊരു സുരക്ഷിതത്വമാണ്, സ്നേഹമാണ്, കരുതലാണ്. ഇതൊന്നും പറഞ്ഞാൽ ഈ അമ്മ എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ പറയാൻ ഈ വാക്കുകളൊന്നും പോരാ. ഈ വാക്കുകൾക്കെല്ലാം അതൊക്കെ മേലെയാണ് ഈ അമ്മ എന്ന ആ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അമ്മയെ, ജീവനുള്ള അമ്മയെ നമുക്ക് അഭയം നൽകുന്ന ആളായിട്ട് യേശുക്രിസ്തു തന്നെ നൽകിയത്. തീർച്ചയായിട്ടും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് തിരുവചനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. വിശുദ്ധരിൽ വിശുദ്ധയല്ലേ പരിശുദ്ധ കന്യകാമറിയം? ദൈവമാതാവാണ്, അമലോത്ഭവിയാണ്, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടവളാണ്, കർത്താവിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസിച്ച ഭാഗ്യവതിയാണ്, സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയാണ്. അപ്പൊ അങ്ങനെ ഈ മറിയത്തെക്കുറിച്ച് വാഴ്ത്തിയിരിക്കുന്ന തിരുവചനങ്ങൾക്ക് കണക്കില്ല. അതാണ് തിരുവചന ജപമാല എന്ന് തന്നെ നമ്മൾ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ വിശുദ്ധരിൽ വിശുദ്ധയായ മറിയത്തിന്റെ പ്രാർത്ഥന വേണ്ടേ? തീർച്ചയായിട്ടും വേണം. മറിയം അങ്ങനെ പ്രാർത്ഥിക്കില്ലേ? തീർച്ചയായിട്ടും. കാനായിലെ കല്യാണത്തിൽ ചെയ്തു തന്നെ ഏറ്റവും വലിയ തെളിവ്. ഒരു വീടിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത്ര വലിയ പ്രതിസന്ധി അല്ലാതിരുന്നിട്ട് പോലും മറിയം ഇടപെട്ട് അത്ഭുതം ചെയ്യിച്ചവളാണ്. അപ്പോൾ അത് ബൈബിളിൽ തെളിവാണ്. അതുപോലെ ദൈവശാസ്ത്രപരമായിട്ട് വേറൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കണ്ണിന് കൗതുകരവും അറിവേകുമെന്നതിനാൽ അഭികാമ്യവും പിന്നെ നല്ലതെന്നും വിചാരിച്ചിട്ടാണ് ഹൗവ പാപത്തിന്റെ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്നത്. അത് വിലക്കപ്പെട്ട കാര്യം ചെയ്തു. അപ്പോ ഹൗവ പാപത്തിലൂടെ മരണത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഹൗവ പാപത്തിലൂടെ മരണത്തെയും നരകത്തെയും ഈ ലോകത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ രോഗവും വന്നു. ഈ മറിയത്തിന്റെ ഹൗവയുടെ നേർ വിപരീതമാണ് മറിയം രക്ഷകനെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു, ദൈവത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. ഹൗവ പാപവും മരണവും രോഗവും നരകവും ഈ ലോകത്തിൽ കൊണ്ടുവന്നെങ്കിൽ മറിയം നേർവിപരീതമാണ്. ഹൗവയുടെ നേർവിപരീതമാണ്. രക്ഷകനെ, ദൈവപുത്രനെ, ദൈവം തന്നെയായ പുത്രനെ മിശിഹായി ഈ ലോകത്തിൽ കൊണ്ടുവന്നു. അതിലൂടെ നിത്യജീവനും രക്ഷയും. അപ്പോൾ ഹൗവയുടെ നേർ വിപരീതമാണ് മറിയം. ഈ കാരണത്താൽ ഹൗവയുടെ വംശാവലിയിലല്ല, ആദാമിന്റെ വംശാവലിയിലല്ല മറിയം ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ വംശാവലി എടുത്ത് നോക്കുക. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ നോക്കിയാൽ 16-ാമത്തെ വാക്യം വരുമ്പോൾ അതുവരെ തുടർന്നിരുന്ന ഫോർമുലേക്ക് മാറും. 1:2 നമ്മൾ വായിക്കുകയാണ്. മത്തായി 1:2 അബ്രാഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു, യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. ഇങ്ങനെ പിതാവായിരുന്നു പറഞ്ഞ് 1:16 വരുമ്പോൾ ജോസഫ് മറിയത്തിന്റെ ഭർത്താവായിരുന്നു. പിതാവ് മറിയം ഭർത്താവായി, ജോസഫ് മറിയത്തിന്റെ ഭർത്താവായിരുന്നു. അവളിൽ നിന്ന് മറിയത്തിൽ നിന്ന് മിശിഹ എന്ന് പറഞ്ഞ ഈശോ ജനിച്ചു. അപ്പോൾ ഈ വംശാവലി, അതായത് ആദാമിന്റെയും അബ്രഹാമിന്റെയും വംശാവലി ജോസഫിൽ വന്ന് നിൽക്കുകയാണ്, മറിയത്തിലേക്ക് വരുന്നില്ല. മറിയം ആ പഴയ വംശാവലിയിൽപ്പെട്ട ആളല്ല. എന്തുകൊണ്ടാ? അവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. ഹൈറെ കഹരി തോമനെ എന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കുന്നത്. ആനന്ദിച്ചാലും കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ തർജ്ജമ ചെയ്യണേ. അത് പോരാ, അത് വളരെ ബലഹീനമായ ധ്വനി സാന്ദ്രതയില്ലാത്ത തർജ്ജമയാണ്. വേണ്ടത്
ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത്. ആ വാക്കിന് അതാണ് അർത്ഥം. കരിത്തോമൻ എന്ന വാക്കിന് അതാണ് അർത്ഥം. കൃപയിൽ നിറഞ്ഞവനെന്ന് എസ്തഫാനസിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. മറിയക്ക് അതിനേക്കാൾക്ക് വലുതല്ലേ, അതൊക്കെ മേലെയല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊക്കെ പറഞ്ഞാൽ പോരാ. നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ എന്നെങ്കിലും വേണം പരിഭാഷ. ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, ദൈവത്തിന്റെ നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കണേ. അതായത് മറിയം ഈ പാപത്തിന്റെയും രോഗത്തിന്റെയും വംശാവലിയിൽ ജനിച്ചവളല്ല. അതുകൊണ്ടാണ് പാപികൾ സങ്കേതമായിട്ട് അവളെ അവർ നൽകിയിരിക്കുന്നത്. അപ്പൊ ചിലർ പെന്തക്കോസ്തക്കാർ പറയും, അപ്പൊ അവള് ശുദ്ധീകരണ കർമ്മത്തിന് പോയല്ലോ. ആ ശുദ്ധീകരണ കർമ്മം എന്ന് പറയുന്നത് പാപത്തുള്ള ശുദ്ധീകരണ കർമ്മമല്ല. പാപമില്ലാത്ത യേശു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം സ്വീകരിച്ച് എന്തിനാണോ അതുപോലത്തെ ഒരു രീതിയാണ് മറിയം ചെയ്തത്. അത് ആചാരപരമായ ശുദ്ധിയാണ്. ആൺകുട്ടി പ്രസവിച്ചാൽ 40 ദിവസത്തേക്ക് അശുദ്ധിയാകും. പാപത്തിന്റെ അശുദ്ധി അല്ലത്, ആചാരം. അതായത് ലിറ്റർജി സംബന്ധിക്കാൻ പറ്റില്ല എന്നർത്ഥം. പെൺകുട്ടി പ്രസവിച്ചാൽ 80 ദിവസത്തേക്ക്. ആ ആചാരം പാലിക്കാൻ വേണ്ടി പോയതാണ്, അല്ലാതെ പാപത്തിലെ ശുദ്ധീകരണമല്ലാതെ. ചുരുക്കത്തില് മറിയം കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്, രക്ഷകന്റെ അമ്മയാണ്, ദൈവത്തിന്റെ അമ്മയാണ്, തെയോത്തോക്കോസ് ആണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ്. അതുകൊണ്ട് തന്നെ പാപികൾക്ക് അഭയമരുളാനും പാപികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനും അവർ രക്ഷിക്കാനും ഏതറ്റം വരെയുമ്പോൾ അമ്മയാകാനും അവൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അവളെ തന്നെ നമുക്ക് അഭയം നൽകുന്ന അമ്മയായി കർത്താവ് ഈശോ നൽകിയത്. പാപികളുടെ മരുന്നാണ് മറിയം എന്നാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പറഞ്ഞത്. പാപികളുടെ മരുന്നാണ് മറിയം, റെമഡി അല്ലെങ്കിൽ മെഡിസിൻ. കുർബാനയെ കുറിച്ച് പറയുന്ന അതേ വൊക്കാബുലറിയാണ് അത് ശരിക്കും. നാം അതുകൊണ്ട് മരിയസ്തുതിയിൽ നമ്മൾ എന്താ പറയുന്നത്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ചിലപ്പം ചോദിക്കുന്നുണ്ട്, ആരാധന സമയത്ത് കൊന്ത ചൊല്ലാമോ? ചൊല്ലാം. എന്താ കാര്യം? അവിടെ എന്താ പറയുന്നത്? മറിയത്തോട് എന്താ പറയുന്നത്? പാപികളെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട്, ആ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന അരുളിക്കൽ എഴുന്നള്ളിക്കുന്ന തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കാനായിൽ നീ ചെയ്തത് ഇപ്പൊ ചെയ്യണമേ. അപ്പോ നമ്മൾ പാപികളാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. മറിയം പാപമില്ലാത്തവളാണെന്നും എന്നാൽ പാപികളെ നമ്മെ സഹായിക്കാൻ പറ്റുന്ന അഭയം നൽകുന്ന അമ്മയാണെന്നും അത് കർത്താവ് ഈശോ നേരിട്ട് ഏൽപ്പിച്ചതാണെന്നും അത് പഴയ ഉടമ്പടിയിലെ അഭയ നഗരങ്ങൾക്ക് പകരം പുതിയ ഉടമ്പടിയിൽ അഭയം നൽകാൻ അമ്മയായിട്ട് നൽകിയിരിക്കുകയാണെന്നുള്ള ആ തിരുവചനങ്ങൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണെന്നൊക്കെയാണ് ഇതിലൂടെ ഈ വാഴ്ത്തുമൊഴിയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, എത്രയോ ഗംഭീരമാണ് തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട് മറിയത്തെക്കുറിച്ച് ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന വാഴ്ത്തുമൊഴികൾ. നമുക്ക് മറിയത്തെ സ്നേഹിക്കാം. ഈ കൊന്ത ചൊല്ലുമ്പോൾ ഇതൊക്കെ ഈ അർത്ഥം അറിഞ്ഞ് നമുക്ക് കൊന്ത ചൊല്ലാം. കൂട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ, ഈ ജപമാലയ്ക്കെതിരെയും മറിയത്തിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരും മുഴുവൻ ആ തരത്തിൽ മറിയത്തിനെതിരെയാണ് ഏറ്റവും വലിയ യുദ്ധം. നമ്മൾ മറിയത്തിന്റെ പോരാളികളാകണം. കർത്താവിന്റെ പോരാളികൾ പോലെ മറിയത്തിന്റെ പോരാളികളാകണം. അവൻ, അതായത് യേശു നയിച്ച ശിഷ്യൻ യേശുവിന്റെ അമ്മയെ തന്റെ വീട്ടിൽ സ്വീകരിച്ചെന്നാണ്. എന്ന് വെച്ചാൽ സംരക്ഷിച്ചു. മകൻ അമ്മയും സംരക്ഷിച്ചു. അമ്മ മകനെ സംരക്ഷിക്കുക മാത്രമല്ല, നമുക്ക് ഇന്ന് മറിയത്തെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പനും അമ്മയും മക്കളെ സംരക്ഷിക്കുന്ന പോലെ മക്കൾക്ക് അവരും അപ്പനും അമ്മയും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അത് മറിയത്തിന്റെ കാര്യത്തിലുമുണ്ട്. അതിനാൽ തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിക്കുക. ഇത്തവണത്തെ ഈ ഒക്ടോബറിൽ നിങ്ങൾ ചെറിയ ഉപവാസമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മാറ്റിവെച്ച് ഈ തിരുവചന ജപമാല എന്ന പുസ്തകം പരമാവധി പ്രചരിപ്പിക്കാനും മറിയത്തിനെതിരെയുള്ള ഈ എതിർപ്പുകൾ അവസാനിപ്പിച്ച് മറിയത്തെ സ്നേഹിക്കാതെ വിട്ടുപോയിരിക്കുന്ന സകല മനുഷ്യരെയും പാപികൾ സങ്കേതമായ മറിയത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ അവരും കർത്താവിന്റെ രക്ഷ ആസ്വദിക്കാനും കർത്താവിന്റെ സ്നേഹം ആസ്വദിക്കാനും കർത്താവിന്റെ അമ്മയുടെ സ്നേഹം കരുതലും ആസ്വദിക്കാനും ഇടയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്, ആഹ്വാനം ചെയ്യാനുള്ളത്. നിങ്ങൾ ചെയ്യുമെന്ന പ്രത്യാശയോടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സമാധാന നോബൽ സമ്മാനം ട്രംപിന് പാര പാൻപ്ലാനി. നാളെ ഒക്ടോബർ 10 നാളെയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ വ്യക്തിയെ പ്രഖ്യാപിക്കുന്നത്. സമ്മാനം കൊടുക്കുന്നത് ഡിസംബർ 10 ആണ്.
ഈ ആൽഫ്രഡ് നോബൽ എന്ന ആള് മരിച്ച മരണവാർഷിക ദിനമാണ് ഡിസംബർ 10. അതിനു മുൻപ് 2 മാസം മുമ്പ് ഒക്ടോബർ 10 സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ വ്യക്തിയെ പ്രഖ്യാപിക്കും. നോർവേ പാർലമെന്റ് അംഗീകരിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. ഈ കമ്മിറ്റിയിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്നതും നോർവേയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പാർലമെന്റാണ്. രാഷ്ട്രീയ പാർട്ടികളാണ്. കമ്മിറ്റി അംഗങ്ങളും നോർവേക്കാരാണ്. 6 വത്സരത്തെ കാലാവധിയുള്ള ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കപ്പെടുക. അതിൽ 2 ചെയർമാൻമാരുണ്ട്, 2 വൈസ് ചെയർമാനുണ്ട്, 1 സെക്രട്ടറി, 2 അംഗങ്ങൾ. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഏതൊരാൾക്കും സമ്മാനത്തിനുള്ള നാമനിർദ്ദേശം നൽകാം. ആരാണ് അവർ നാമനിർദ്ദേശം ചെയ്യേണ്ടതെന്ന് പ്രത്യേകം നിബന്ധനകളുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. കുറഞ്ഞത് 50 വത്സരത്തേക്കെങ്കിലും അത് പുറത്ത് വെളിപ്പെടുത്താറില്ല. ഈ വർഷം 338 വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. 244 പേര് വ്യക്തിഗത നോമിനികൾ, വ്യക്തികളുടെ പേരുകളാണ്. 94 പേരുകൾ സമാധാന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള സംഘടനകളാണ്. ആർക്കൊക്കെയാണ് ഒരാളെ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുക? ചില ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. ദേശീയ പാർലമെന്റ് അംഗത്തിന് അല്ലെങ്കിൽ ഒരു മന്ത്രി, അതായത് കേന്ദ്ര ഗവൺമെന്റിലെ ഒരു അംഗത്തിനോ അല്ലെങ്കിൽ മന്ത്രിക്കോ അല്ലെങ്കിൽ രാഷ്ട്രത്തലവനോ. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ അംഗങ്ങൾ, അവർക്ക് പറ്റും. വലിയ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർ, അത് ദൈവശാസ്ത്രം, മതം എന്നിവയുടെ അസോസിയേറ്റ് പ്രൊഫസർമാർക്കൊക്കെ ഈ നോബൽ സമ്മാനത്തിന്റെ പേര് നിർദ്ദേശിക്കാം. ഇങ്ങനെ കുറെ വ്യവസ്ഥകളുണ്ട്, നമ്മളെല്ലാം പറയുന്നില്ല. ഫെബ്രുവരി 1 വരെ, അത് ജനുവരി 31 അർദ്ധരാത്രി വരെ ഉള്ള നാമനിർദ്ദേശങ്ങളെ ഇക്കൊല്ലത്തെ അവാർഡിന് പരിഗണിക്കൂ. അതിനുശേഷം ചിലപ്പോൾ ചില പ്രത്യേകതകൾ പരിഗണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പിന്നത്തെ വർഷത്തെ അവാർഡിനായിട്ട് പരിഗണിക്കുള്ളൂ. ഈ നോബൽ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണ്, പുനഃപരിശോധനയില്ല. പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചു, മാറ്റമില്ല. ആര് പറഞ്ഞാലും തീരുമാനം മാറ്റില്ല. ഇക്കൊല്ലം ഓരോ വർഷവും ഈ കിട്ടുന്ന പ്രതിഫല സംഖ്യ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇക്കൊല്ലം കിട്ടുക 1.2 ദശലക്ഷം അമേരിക്കൻ ഡോളറാണ്. 11 ലക്ഷം സ്വീഡിഷ് ക്രൊണാർ എന്ന് പറയും, ക്രൊണോർ, അവിടുത്തെ കറൻസിയാണത്. പിന്നെ ഒരു മെഡല്, അത് 18 ക്യാരറ്റ് സ്വർണത്തിലാണ്. അത് ചെമ്പിൽ സ്വർണം പൂശിയതാണോ, സ്വർണ്ണ പാളിയാണോ, അതോ ചെമ്പാണോ, ചെമ്പടയാണോ എന്നൊക്കെ ശബരിമലയിൽ പാർട്ടിക്കാരോട് ചോദിക്കണം. ചെമ്പാടോ എന്നാണ് പലപ്പോഴും മറുപടി കിട്ടാറുള്ളത്. പക്ഷേ നോബൽ സമ്മാനം അങ്ങനെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇത്തവണ വലിയ ചർച്ചാ വിഷയം ട്രംപിന് കിട്ടുമോ എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കിട്ടുമോ ഇല്ലയോ, ഇതാണ് വലിയൊരു ചർച്ച. എനിക്ക് കിട്ടണം, എനിക്കതിന് അവകാശമുണ്ടെന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 2018 അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് തമാശയ്ക്കായി പറഞ്ഞു, ഇപ്പോൾ വളരെ ഗൗരവത്തിൽ പറയുന്നു. എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പ്രശ്നമുണ്ടാക്കും, സമാധാനം നശിപ്പിക്കും എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ സമാധാനം നശിപ്പിക്കും എന്നൊക്കെ അദ്ദേഹം ഭീഷണി മുഴക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന് തവണ നോബൽ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വലിയൊരു ചർച്ചയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. കിട്ടുമെന്നും കിട്ടില്ലെന്നും അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരും ഈ ലിസ്റ്റിലുണ്ടെന്ന് കേൾക്കുന്നു. ഇലോൺ മസ്കിന്റെ പേര് ഉണ്ടെന്ന് കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ പേരുകൾ കേട്ടപ്പോൾ അപ്പോൾ ട്രംപ്, ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇലോൺ മസ്ക്, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 344 പേരുകളുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 4 പ്രാവശ്യം ശ്രമിച്ചിട്ടും സമാധാനം കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് പുഷ്പം പോലെ സമാധാനം കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ 4 പ്രാവശ്യം ശ്രമിച്ചിട്ട് സമാധാനം കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പുഷ്പം പോലെ സമാധാനം കൊണ്ടുവന്ന ഒരാളുണ്ടെങ്കിൽ ഈ ട്രംപിനോ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കോ ഒക്കെ കൊടുക്കുന്നതിനേക്കാളും ഈ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഈ സമാധാനം കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കല്ലേ. അത് സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട്
സ്വതന്ത്ര സഭയുടെ അൽമായ സിനഡ് സമ്മേളിച്ചത്. അതിനുവേണ്ടിയായിരുന്നു ആ ചരിത്രത്തിൽ അൽമായ സിനഡ് വിളിച്ചുകൂട്ടിയത് പോലും. ഇത് നിർദ്ദേശിക്കാൻ വേണ്ടിയാണ്. ആ പ്രഖ്യാപനത്തിന്, അതായത് ഇവരുടെ നിർദ്ദേശത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫൊറോന തോറും ഇടവക തോറും അത് കഴിഞ്ഞ് വീട് തോറും പിന്നെ ആള് തോറും സിനഡ് സംഘടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആർക്കൊക്കെയാണത് ഈ നിർദ്ദേശിക്കാനായിട്ട് കഴിയുക. യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്കൊക്കെ പറ്റും. സ്വന്തമായി ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉള്ള ആളാണ് ഈ സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ. തനിക്ക് മുകളിൽ മറ്റൊരു അധികാരം ഇല്ലാത്തതുകൊണ്ട് സ്വന്തം പേരിലും മേൽവിലാസത്തിൽ തന്നെയാണ് ഈ കലാലയത്തിലെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്. ലോകോത്തര പ്രശസ്തമായ ഈ സർവകലാശാലയും ഈ സെക്രട്ടറി ജനറലിന്റെ സൂയി യൂരിസ് സെക്രട്ടറി ജനറലിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോബൽ സമ്മാനത്തിന്, സമാധാന നോബൽ സമ്മാനത്തിന് അവർ സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു രേഖയുണ്ട്. രണ്ടാം അക്വീനാസ് എന്നാണ് സഭയുടെ ആസ്ഥാന മൽപ്പാൻ റംബൻ യൂസേഫോസ് അദ്ദേഹത്തെ ഈ സെക്രട്ടറി ജനറലിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു. ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ രേഖയും ഒപ്പും സീലും മറ്റും തെളിവനായി നോർവേയിലെ സമാധാന കമ്മിറ്റിയുടെ മുമ്പാകെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നും അക്രമവും അതിക്രമവും രക്തച്ചൊരിച്ചിലും കയ്യേറ്റവും കയ്യൊടിയലും കോലം കത്തിക്കലും കുപ്പിയേറും ചാത്തനേറും മധുബഹയിൽ ക്യാബറ നൃത്തവുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ സ്വർഗത്തിലുള്ളതിനേക്കാൾ സമാധാനമാണ്. ഇതാരുടെ കഴിവാണ്? സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ എന്ന ആളുടെ കഴിവ് തന്നെ. പല പൗരത്വ സഭകളുടെ മൊത്തം അംഗസംഖ്യയേക്കാൾ അനേക മടങ്ങ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് കേവലം 4 പ്രവൃത്തികളിലൂടെ സമ്പൂർണ്ണ സമാധാനം കൊണ്ടുവന്നിരിക്കുകയാണ് സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുന്നുവെന്ന പരാതി നിലനിൽക്കുന്ന ഒരു ലോകത്താണ് പരാതികളൊന്നുമില്ലാതെ സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ ഈ നേട്ടം കൈവരിച്ചത്. അത് പ്രത്യേക പരാമർശം അർഹിക്കുന്നു എന്നാണ് അൽമായ സിനഡ് വിലയിരുത്തിയത്. ഇത് മാന്ത്രിക സ്പർശമല്ലാതെ മറ്റെന്താണ്? ഇത് മാന്ത്രിക വടിയല്ലാതെ മറ്റെന്താണ്? ഇത് മാന്ത്രിക തൊപ്പിയല്ലാതെ മറ്റെന്താണ്? ഇതൊക്കെയാണ് അൽമായ സിനഡിന്റെ ഈ നോമിനേഷനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ. സമാധാനം സ്ഥാപിക്കണമെങ്കിൽ പണം വേണം. പണമില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. തോപ്പിൽ ഭാസിയുടെയോ മറ്റോ ഒരു നാടകത്തിലെ ഒരു കള്ളൻ കഥാപാത്രം അദ്ദേഹത്തിന് ഞാൻ തോന്നുന്നു ചോദിക്കുന്നുണ്ട്, കർത്താവിന് എന്തിനാ പൊൻകുരിശ്? ഇതുപോലെ ദൈവത്തിന് എന്തിനാ സ്വർണം, ദൈവത്തിന് എന്തിനാ പണം എന്ന് ചോദിച്ച് ബസിലിക്ക തുടങ്ങിയ മുന്തിയ പള്ളികളിൽ നിന്ന് കിലോ കണക്കിന് സ്വർണവും കിൻഡൽ കണക്കിന് പണവും മുക്കി. അത് ചോദ്യം ചെയ്ത കോടതിയെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. പണം വേണമല്ലോ, സമാധാനം സ്ഥാപിക്കാൻ പണം വേണമല്ലോ. പരിശുദ്ധമായ ഇടങ്ങളിൽ അരങ്ങേറിയ ഈ ഗംഭീര പ്രവൃത്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പാർട്ടി തന്നെ ശബരിമലയിലെ കിൻഡൽ കണക്കിന് സ്വർണം മോഷ്ടിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അല്ലെങ്കിലും സഭയേക്കാൾ ഒരു പടി മുന്നിലാണ് എല്ലാ കാര്യത്തിലും പാർട്ടി. അത് കത്തുന്ന കാര്യത്തിലായാലും അക്രമത്തിന്റെ കാര്യത്തിലായാലും. അക്രമത്തിലൂടെ സമാധാനം എന്ന വൈരുദ്ധ്യാത്മക ഭൗതിക വാദമാണല്ലോ അവരുടെ തുറുപ്പ് ചീട്ട്. ദൈവത്തിലോ അയ്യപ്പനിലോ ആരിലും വിശ്വസിക്കാത്തവര് അയ്യപ്പന്റെ പേരുള്ള അമ്പലത്തിൽ കൈയിട്ട് അയ്യപ്പൻ എന്തിനാ സ്വർണം, അയ്യപ്പൻ എന്തിനാ പണം, പാർട്ടിക്കല്ലേ പണവും സ്വർണവും വേണ്ടത് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി എന്നാണ് കരക്കമ്പി. ഇങ്ങനെ ഒരു വൈരുദ്ധ്യാത്മക ഭൗതിക വിപ്ലവം കേരളമാകെ നടപ്പാക്കാൻ പ്രചോദനം നൽകിയതും എറണാകുളം അങ്കമാലി സൂയി യൂരിസ് സെക്രട്ടറി ജനറലിന്റെ സമാധാന നടപടികളാണ്. കാരണം ഇങ്ങനെ പള്ളിയിൽ നിന്നും ബസിലിക്കയിൽ നിന്നും സ്വർണവും പണവും കട്ടെടുക്കാം, കോടതി ചോദ്യം ചെയ്താൽ അതിനെ നിർവീര്യമാക്കാം എന്നെല്ലാം പാർട്ടിയെ പഠിപ്പിച്ചത് ഈ എറണാകുളം സൂയി യൂരിസ് സെക്രട്ടറി ജനറലാണ്. അങ്ങനെ എറണാകുളം തൊട്ട് ശബരിമല വരെ വിപ്ലവം, താഴെത്തട്ടിലുള്ള വിപ്ലവം, താഴെയാണല്ലോ ഈ ഭണ്ഡാരപ്പെട്ടിയൊക്കെ ഇരിക്കുന്നത്. താഴെത്തട്ടിൽ വിപ്ലവം തൊട്ട് മുകളിൽ വരെ ഈ വിഗ്രഹം ഇരിക്കുന്നതൊക്കെ മുകളിലാണ്. അങ്ങനെ താഴെത്തട്ട് തൊട്ട് മുകൾ തട്ട് വരെ വിപ്ലവം പ്രയോഗത്തിൽ കൊണ്ടുവന്ന് വിജയിപ്പിച്ച് ദൈവത്തെയും മാമോനെയും ഒരൊറ്റ നുഖത്തിന് കീഴിൽ കൊണ്ടുവന്ന് സമാധാനത്തിൽ കൂട്ടിക്കെട്ടി സമാധാനം സ്ഥാപിക്കാൻ സാക്ഷാൽ ട്രംപിന് പോലും കഴിഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കോ മറ്റേതെങ്കിലും നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ ട്രംപിന് പാര ഈ സെക്രട്ടറി ജനറലാണ്, സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ. വാസ്തവത്തിൽ ഇങ്ങനെ
ദൈവത്തെയും മാമോനെയും ഒരൊറ്റ നുഖത്തിൻ കീഴിൽ കൂട്ടിക്കെട്ടി സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് തന്നെയല്ലേ നോബൽ സമ്മാനം, സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കേണ്ടത്, ആദരിക്കേണ്ടത്? നോർവീജിയൻ കമ്മിറ്റി മറിച്ച് ചിന്തിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന് കിട്ടാൻ സാധ്യതയില്ല. മിക്കവാറും സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ ആയിരിക്കും ഇത്തവണ സമാധാനത്തിന് നോബൽ സമ്മാനം. ഇത് മണത്തറിഞ്ഞിട്ടാണ് എനിക്ക് തന്നില്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇങ്ങനെ ഭീഷണി മുഴക്കി കാര്യം നേടുക എന്ന പരിപാടിയുടെ പ്രചോദനവും ട്രംപിന് കിട്ടിയത് സൂയി യൂരിസ് സെക്രട്ടറി ജനറലിൽ നിന്നാണ്, എറണാകുളത്ത് നിന്നാണ്. ബലാത്കാരമായി എറണാകുളം അങ്കമാലി എന്തെല്ലാം പിടിച്ചു വാങ്ങിയിരിക്കുന്നു. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, FBI എന്ന് പറയും. അതാണ് എറണാകുളത്തിന്റെ ഈ ബുദ്ധി ട്രംപിന് ഫാക്സ് ആയി അയച്ചു കൊടുത്തത്. സമാധാനം സ്ഥാപിക്കാൻ ആദ്യത്തെ പരിപാടി എന്തായിരുന്നു? 4 പരിപാടി എന്ന് പറഞ്ഞല്ലോ. ക്രിമിനൽ കൂരിയ എന്ന് അക്രമികളും തീവ്രവാദികളും സാമൂഹിക ദ്രോഹികളും ജിഹാദികളും ആരോപിച്ചിരുന്ന സമിതിയെ പിരിച്ചുവിടുകയാണ്. അങ്ങനെ ചെയ്തിരിക്കുമെന്ന് സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ ചാർജ് എടുത്ത ദിവസം തന്നെ പ്രഖ്യാപിച്ചു. കടലാസിൽ എഴുതി കൊടുത്തു. സെക്രട്ടറി ജനറൽ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാ. കടലാസിൽ എഴുതുകയും കൂടി ചെയ്താലോ അത് നടപ്പാക്കിയിരിക്കും. അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു. മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഉഗ്രശപഥം അല്ല ഭീഷ്മ ശപഥം നടത്തുകയും അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയും ചെയ്തു. ഇപ്പോൾ മാർപ്പാപ്പ എന്ന ആ സ്വപ്ന പോലും പറയാൻ അവിടെയുള്ളവർക്ക് പേടിയാണ്. ചരിത്രത്തിൽ ഇതുപോലെ അക്രമത്തിലൂടെ സമാധാനം കൊണ്ടുവന്നിരിക്കുന്ന ഒരേ ഒരാള് ഒക്ടേവിയനാണ്. ഒക്ടേവിയൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയില്ല. സാക്ഷാൽ റോമൻ അഗസ്റ്റസ് സീസർ, റോമയിൽ അഗസ്റ്റസ് സീസർ, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരാണ് ഒക്ടേവിയൻ. അദ്ദേഹമാണ് യുദ്ധത്തിലൂടെ സമാധാനം ആദ്യമായിട്ട് ലോകത്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കവച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ. അനന്തരഫലമായി ഇപ്പോൾ റോമായിലെ മാർപ്പാപ്പയെ അനുസരിക്കാൻ ആരുമില്ല. സൂയി യൂരിസിനെ സെക്രട്ടറി ജനറൽ അനുസരിക്കാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കോ ട്രംപിനോ നോബൽ സമ്മാനം കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ തന്നെയാണ് അതിനുള്ള യോഗ്യതയുള്ളത്. മാർപ്പാപ്പയുടെ പേര് പോലും പരാമർശിക്കാൻ പറ്റാത്ത വിധത്തില് സമാധാനം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനല്ലേ കൊടുക്കേണ്ടത്? പിന്നെ സമാധാനം സ്ഥാപിക്കാനുണ്ടായ രണ്ടാമത്തെ നടപടി നിയമങ്ങളോ ചട്ടങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന, നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന സമിതികളുടെ നിയമം ലംഘിച്ചിട്ടുള്ള സമ്മേളനം നടത്തുക. അത് തന്നെ ഒരു വിജയമല്ലേ? ഇല്ലാത്ത സമിതികൾ വിളിച്ചു കൂട്ടുക, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക. ഇല്ലാത്ത സമിതികൾ വിളിച്ചു കൂട്ടുക, അതായത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യം. മാർപ്പാപ്പയ്ക്കോ ട്രംപിനോ അത് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തിലെ സൂയി യൂരിസ് സെക്രട്ടറി ജനറൽ മാത്രം കഴിയുന്ന ഒരു കാര്യമായിരുന്നു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഇല്ലാത്ത സമിതികൾ വിളിച്ചു കൂട്ടുക. അങ്ങനെ ആ സമിതിയില് നിയമമനുസരിച്ച് പങ്കെടുക്കാൻ യോഗ്യതയുണ്ടായിരുന്ന ഏക വ്യക്തിയെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കാൻ സൂയി യൂരിസിന്റെ തലവനെ തന്നെ രംഗത്തിറക്കി. കഥകളിയാണോ ഓട്ടംതുള്ളലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പുരട്ചി തലൈവര് കടക്കു പുറത്ത് നിന്ന് ആക്രോശിച്ചു. അതൊരു ആജ്ഞയായിരുന്നു, കൽപ്പനയായിരുന്നു. പുരട്ചി തലൈവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിപ്ലവ നേതാവ്. അങ്ങനെ പുരട്ചി തലൈവര് കടക്കു പുറത്തുനിന്ന ആജ്ഞ പുറപ്പെടുവിച്ചതോടെ അത് ദളപതി ഈ സെക്രട്ടറി ജനറൽ നടപ്പാക്കി. ഇതുപോലെ ഒറ്റ വാക്കുകൊണ്ട് വിപ്ലവം കൊണ്ടുവരുന്നവർ ലോകത്ത് തന്നെയില്ല. ഈ ജാതികള്, ഈ പുരട്ചി തലൈവരും അതുപോലെ ഈ ദളപതി പോലുള്ള സെക്രട്ടറി ജനറലും, ഈ ജാതികള് വംശനാശം വരാതിരിക്കാൻ ചില നടപടികള് ശാസ്ത്രജ്ഞർ എടുക്കേണ്ടതുണ്ട്. ഏതായാലും പുരട്ചി തലൈവരുടെ ആജ്ഞ കേട്ട് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം കാലിയാക്കി. പിന്നെ അദ്ദേഹം ഒന്നും പറയാതെ ഇറങ്ങി നടന്നു. സമാധാനം സ്ഥാപിക്കാനുള്ള രണ്ടാമത്തെ ഘട്ടം അങ്ങനെ വിജയകരമായി പര്യവസാനിച്ചു. പിന്നെ മൂന്നാം ഘട്ടത്തിൽ കടക്കുകയാണ്. സകലമാനം വിമത തെമ്മാടി വൈദികരെയും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക എന്ന ഭഗീരഥ പ്രയത്നമായിരുന്നു മൂന്നാമത്തേത്. പണ്ട് കമ്മ്യൂണിസം ഇല്ലാതാക്കാന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും മിഖായൽ ഗോർബച്ചേവും റഷ്യയുടെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതുപോലെ അൽമായ മാർപ്പാപ്പയും സൂയി യൂരിസ് സെക്രട്ടറി ജനറലും ഒരു ഹോട്ടൽ മുറിയില് രഹസ്യ കൂടിക്കാഴ്ച നടത്തി പദ്ധതി ആസൂത്രണം ചെയ്തു. പിന്നെ ആ പദ്ധതി അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്തായിരുന്നു പദ്ധതി?
തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 1 മണിക്കൂർ നേരം 4:30 വരെ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിൽക്കണം. ഏതാനും നാളുകൾ മാത്രം 1 മണിക്കൂർ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിന്നാൽ മതി. ഉച്ച കഴിഞ്ഞ് 3:30 തൊട്ട് 4:30 വരെ, അതും ആഴ്ചയിൽ ഒരിക്കൽ. അതും മനസ്സുണ്ടെങ്കിൽ മതി. പല കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെക്കാം. ബാക്കി സമയത്തെല്ലാം, അതായത് 24 മണിക്കൂറും ആഴ്ചയിൽ ഈ ഒരൊറ്റ മണിക്കൂർ, 7 ദിവസമുള്ള ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഉച്ച കഴിഞ്ഞ് 3:30 തൊട്ട് 4:30 വരെ കത്തോലിക്ക സഭയുടെ ഉള്ളിലായിരിക്കണം. ബാക്കിയുള്ള സമയത്ത് അതും നിവൃത്തിയുണ്ടെങ്കിൽ മതി. പല കാര്യങ്ങളാൽ അതൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. ബാക്കി സമയത്തെല്ലാം സ്വതന്ത്ര സഭയായി നിലനിൽക്കാം. അതായത് 7 ദിവസങ്ങളുള്ള ഒരാഴ്ചയിൽ 1 മണിക്കൂർ മാത്രമാണ് കത്തോലിക്കനായിരിക്കണ്ടു. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ സ്വതന്ത്ര സഭയിലായിരിക്കാം. ആ സ്വതന്ത്ര സഭയുടെ ലിറ്റർജിക്കൽ വേരിയന്റ് ആയ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാവുന്നതാണ്. ഇതായിരുന്നു പദ്ധതി. ഇങ്ങനെ അടുത്തൊരു 50 സംവത്സരം മുന്നോട്ട് പോകാം. അപ്പൊ ആകെ മൊത്തം ടോട്ടൽ എത്രയാവും? പാറേക്കാട്ടിന്റെ ഓംകാര ജാതീയ സഭയുടെ ഈ ആചാരം നിലവിൽ വന്നിട്ട് 60 വത്സരായി എന്നാണ് അവർ പറയണത്. ഇപ്പോൾ ഈ സ്വതന്ത്ര ഇല്ലിസിറ്റ് സഭയുടെ ആചാരങ്ങൾ നിലവിൽ വരുന്നു. അതൊരു 50 വത്സരം കൂടി പോയാലോ? 60, 50, 110. അതായത് പാറേക്കാട്ടിലിന്റെ ഓംകാര ജാതീയ സഭ നിലവിൽ വന്നിട്ട്, ആ ആചാരങ്ങൾ നിലവിൽ വന്നിട്ട് 60 വർഷം. ഇപ്പോൾ സ്വതന്ത്ര സഭയുടെ ഇല്ലിസിറ്റ് ആചാരം നിലവിൽ വരുന്നു. ഒരു 50 കൊല്ലം കൂടി പോവുകയാണെങ്കിൽ രണ്ടും കൂടി 110 വർഷം. 100 വർഷം പഴക്കമുള്ളതിന് പുരാവസ്തു എന്നാണ് വിളിക്കുന്നത്. 110 വർഷം പഴക്കമുള്ള പുരാതനമായ പ്രാചീന ജാതീയ ഓംകാര സംസ്കൃത സഭയെ കത്തോലിക്ക സഭ അംഗീകരിച്ചു തരും. അങ്ങനെ ചരിത്രം നാം സൃഷ്ടിക്കുമെന്നാണ് ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് ഉണ്ടാക്കിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ പദ്ധതി. സംസ്കൃതത്തിൽ ആണ്ടുകിടക്കുന്ന, സംസ്കൃത ഭജനയിൽ ആറാടി നിൽക്കുന്ന ഒരു പുതിയ ഓംകാര ആചാരം തന്നെ കണ്ടുപിടിച്ചതിന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കൂടി നൽകണമെന്നാണ് മഞ്ഞപ്ര, ഇടപ്പള്ളി, ഫൊറോന സെനഡുകളുടെ ശുപാർശ. ഇതാണ് 3ാം ഘട്ടം. 4ാം ഘട്ടം ഒരു രേഖയാണ്. കൈരേഖ പോലെ മാഞ്ഞു പോകാത്ത രേഖയൊന്നുമല്ല. എന്തിനും ഏതിനും വളച്ചൊടിക്കാവുന്ന, മായ്ച്ചെടുക്കാവുന്ന മാന്ത്രിക സമവായ മാർഗരേഖ. അതിൽ സമാധാനത്തിൽ സകല സംഗതികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ ഏത് വകുപ്പനുസരിച്ച് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് എഴുതിയിട്ടുള്ള മാഗ്ന കാർട്ടയാണ് ഈ സമവായ മാർഗരേഖ. അതിലൊരു കോപ്പി നോർവേയിലെ ഈ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ രേഖയനുസരിച്ച് സമാധാനം സ്ഥാപിക്കാനായി മാനുഷിക ശക്തികൾ പോരാതെ വരുമെന്നതിനാൽ പട്ടിയും പൂച്ചയും പാമ്പും ചേമ്പും തേളും പഴുതാറിയും എന്ന് വേണ്ട കാട്ടിലെ സകല വന്യമൃഗങ്ങളും ജന്തുക്കളും കൂരിയായില് പല തട്ടുകളിലായി കാവലുണ്ട്. ട്രംപ് എനിക്ക് സമാധാന നോബൽ തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? തെളിവെന്തുണ്ട്? ഞാൻ 7 യുദ്ധങ്ങൾ ഇല്ലാണ്ടാക്കിയെന്ന് പറയുന്നു. എവിടെ 7 യുദ്ധങ്ങൾ? യുക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഹമാസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ പ്രശ്നത്തിൽ ഇടപെട്ടെന്ന് ട്രംപ് പറയണു. ഇന്ത്യ പറഞ്ഞ ഇടപെട്ടില്ല. പാകിസ്ഥാൻ എന്ത് ചെയ്തു? അവരുടെ ഒരു ഭാഗം എഴുതി കൊടുത്ത് മിലിറ്ററിനെ അയച്ച് ട്രംപാണ് രാജാവ്, ട്രംപാണ് മിശിക, ട്രംപാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അവർക്ക് മുഹമ്മദൊക്കെ മാറിപ്പോ ട്രംപാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? തെളിവ് വേണ്ടേ? അപ്പോ ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് തെളിവുകളില്ല. എന്നാൽ സൂയൂരി സെക്രട്ടറി ജനറലിന്റെ ശ്രമങ്ങൾക്ക് തെളിവുകളുണ്ട്. മാത്രമല്ല സമാധാനം പുലരുന്നു. ട്രംപ് പറയുന്ന യുദ്ധങ്ങൾ ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് പറഞ്ഞാലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഈ സെക്രട്ടറി ജനറൽ പറഞ്ഞു ഞാൻ സമാധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 6 മാസം പോലും വേണ്ടി വന്നില്ല, സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ഒരിക്കലും എറണാകുളം, അങ്കമാലി അതിരൂപത ഒരിക്കലും സമാധാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കരുതിയ മന്ദബുദ്ധികളുണ്ട്. അവരെല്ലാം ഒറ്റയടിക്ക് മലർത്തിയടിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ 4 പ്രാവശ്യം തോറ്റ സ്ഥലത്താണ് സൂയിയുടെ സെക്രട്ടറി ജനറൽ വിജയം വരിച്ചതെന്ന കാര്യം എടുത്തു പറയണം. മാത്രമല്ല സമാധാനത്തിന് ഭീഷണിയായി നിന്ന ചില തെക്കൻ കൂറുകാരെ മൊത്തത്തിൽ വടക്കൻ കൂറുകാരാക്കുന്നതിലും സെക്രട്ടറി ജനറൽ വിജയിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ നേട്ടമാണോ? നോബൽ സമ്മാനത്തേക്കാൾ വലിയ പുരസ്കാരം ഈ ലോകത്ത് ഇല്ലാതെ പോയി. അല്ലെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. അത്രയും ഗംഭീരമാണ്. ഒറ്റയടിക്കാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് ഓർക്കണം. ഇതിനിടയിൽ എതിർപ്പുമായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, നന്ദി കെട്ടവര്. അവര് പറയുന്നത് അവർ സമരത്തിൽ പിൻവാങ്ങിയത് കൊണ്ടാണ് സമാധാനം വന്നതെന്നാണ്. അതായത്
ഞങ്ങൾ കത്തിക്കും, ഞങ്ങൾ കലക്കും, പൊട്ടിക്കും, സമരം ചെയ്യും, പോരാടും എന്നെല്ലാം വാട്സാപ്പിലൂടെ വീരവാദം മുഴക്കിയിരുന്ന കുറെ പേരുണ്ടായിരുന്നു. അവരെല്ലാം പിന്മാറിയത് കൊണ്ടാണ് സമാധാനം കൈവന്നത് എന്നാണ് അവരുടെ അവകാശവാദം. അതാണ് ഒരു ഈ സെക്രട്ടറി ജനറൽ കിട്ടാതെ വരുമോ എന്നൊരു സംശയം ഇവരുടെ ഒരു എതിർപ്പുമായിട്ട് നോർവേയിലെ നോർവീജിയൻ നോബൽ കമ്മിറ്റി മുമ്പാകെ ചെന്നിട്ടുണ്ട്. അതായത് അവര് സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് കൊണ്ടാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് അവർ പറയണേ. നന്ദി കെട്ടവന്മാര്. അല്ലെങ്കിലും ഈ സെക്രട്ടറി ജനറൽമാരോടൊന്നും നന്ദി ഉണ്ടാവില്ല ഈ സാധാരണക്കാർക്ക്. അവർക്ക് അസൂയാണ്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ സമാധാനമുള്ളത്, അതുകൊണ്ട് നോബൽ സമ്മാനം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ കത്തിക്കും, കലക്കും, പൊട്ടിക്കും, സമരം ചെയ്യും, പോരാടും. എവിടെ? വാട്സാപ്പില്. വേറൊരു എതിർപ്പുമായിട്ടും അവിടെ ചെന്നിട്ടുണ്ട്. നോബൽ സമ്മാന കാര്യത്തില് സ്ത്രീകൾക്ക് സംവരണം വേണമെന്നാണ് ഈ സിനഡുകളില്, അൽമായ സിനഡില് ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ചില സ്ത്രീകള് ഞങ്ങൾക്ക് വേണം നോബൽ സമ്മാനം, നോബൽ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ട്. അവരതിന് പറഞ്ഞിരിക്കാൻ ചില ന്യായങ്ങളുണ്ട്. മതവകയിൽ കസേരയിട്ട് അതിലിരുന്ന് കാപ്പി കുടിച്ച് കാണാൻ പഠിക്കാത്ത സംഗതികളെല്ലാം കാണിച്ചു കൊടുത്ത് നൃത്തം ചെയ്ത് ആണുങ്ങളെ കാമവിവശരാക്കി രസിപ്പിച്ചത് കൊണ്ടാണ് അവർ അക്രമത്തിലേക്ക് പോകാതെ സമാധാനം കൈവന്നതെന്ന് ഈ സ്ത്രീകൾ വാദിക്കുന്നു. ശരിയല്ലേ? അല്ലെങ്കിൽ അവിടെ കത്തിക്കുത്തുണ്ടായാനേ. ഇതിപ്പോ കത്തി ഉണ്ടായിരുന്നത് സ്ത്രീകളുടെ കയ്യിലാണ്. അവര് കാണിക്കാൻ പാടാത്ത സംഗതികളെല്ലാം കാണിച്ചപ്പോ ആണുങ്ങളുടെ നോട്ടം അങ്ങോട്ടായി. അല്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ആണുങ്ങൾ അക്രമം ചെയ്താനെ. ഇതിപ്പോ നോട്ടം മുഴുവൻ ഇവിടേക്ക് ആയതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിന് നോബൽ സമ്മാനം ഞങ്ങള് ഈ സ്ത്രീകൾക്ക് മതവകയില് കസേരയിട്ട് കാപ്പി കുടിച്ച് അതായത് കാണാൻ പാടില്ലാത്ത സംഗതികളെല്ലാം കാണിച്ച് ഞങ്ങൾക്ക് വേണം തരാൻ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു അപേക്ഷ. വേറൊരു അപേക്ഷ കൂടി നോർവേയിലെ കമ്മിറ്റിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. വ്യക്തികൾക്ക് മാത്രമല്ല, ചില പ്രസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് നോബൽ സമ്മാനം. ഇതിനു മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ അത് സൂയി യൂരിസിന് മൊത്തമായി നൽകണമെന്നാണ് ഒരു അപേക്ഷ. അതായത് സെക്രട്ടറി ജനറൽ മാത്രമല്ല, പുരട്ചി തലൈവർ മാത്രമല്ല, ഈ സൂയി യൂരിസ് മൊത്തമായിട്ടാണ് സമാധാനം സൃഷ്ടിച്ചത്. കാരണം പുരട്ചി തലൈവർക്കും സെക്രട്ടറി ജനറലിനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അധികാരം കൊടുത്തത് സൂയി യൂരിസ് ആണ്. അപ്പൊ ആ സൂയി യൂരിസ് എന്ന പ്രസ്ഥാനത്തിനാണ് ഈ 10 കോടിയോളം രൂപ കിട്ടിയ മോശമാണോ? വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഈ എറണാകുളം അങ്കമാലിയിൽ കേൾക്കുന്നത് 10 കോടി എന്ന് പറഞ്ഞ ഒന്നുമല്ലെന്നാണ്. അവിടെ 1400 കോടിയും 200 കോടിയും 300 കോടിയും 500 കോടിയൊക്കെ കേൾക്കണേ. കോടി എന്ന് പറയുന്നത് കോടി മുണ്ടാണോ കോടി രൂപയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കോടി എന്ന് അവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ 10 കോടി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആകർഷണം ഉണ്ടാകണമെന്നില്ല. എന്നാലും കിട്ടുന്നത് മോശമൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സൂയി യൂരിസിന് മൊത്തമായിട്ട് കൊടുക്കണമെന്ന് ചിലരൊക്കെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ കാര്യം കട്ടപ്പുക. സമാധാന നോബൽ സമ്മാനം ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള പിശാചിന്റെ മക്കള് ട്രംപിന് പാരയായി ചെന്നിരിക്കുന്നു. ഇവർക്ക് ഒരു വീണ്ടുവിചാരം പോലും ഇല്ല. പാശ്ചാത്യ ലത്തീൻ ക്രിസ്ത്യാനിയായ ട്രംപിന് പാര വെച്ചിരിക്കുന്നത് പൗരസ്ത്യ കിഴക്കൻ ക്രിസ്ത്യാനികള്. എന്ത് ചെയ്യാം? ക്രിസ്ത്യാനികളുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികൾ തന്നെ. നമുക്ക് കാത്തിരിക്കാം. നാളെ കേൾക്കാം ആർക്കാണ് സമാധാന നോബൽ സമ്മാനം. ട്രംപിനാണോ, ഫ്രാൻസ് മാർപ്പാപ്പയ്ക്കാണോ, ഇലോൺ മസ്കിനാണോ, അതോ നമ്മുടെ സെക്രട്ടറി ജനറലാണോ എന്നൊക്കെ, അതോ പുരട്ചി തലൈവർക്കാണോ, സൂയി യൂരിസാണോ, അതല്ല സ്ത്രീകൾക്കാണോ, ഇതൊക്കെ നമുക്ക് നാളെ കേൾക്കാം, നാളെ അറിയാം. ഏതായാലും ട്രംപിന് ഇങ്ങനെ പാരവെച്ചത്, മലയാളികൾ തന്നെ പാരവെച്ചത് ശരിയായില്ല എന്ന് അമേരിക്കയിലെ മലയാളി സമുദായം തന്നെ പറയുന്നുണ്ട്. എങ്ങാനും ഇവിടെ സെക്രട്ടറി ജനറൽ എങ്ങാനും നോബൽ സമ്മാനം കിട്ടിയാൽ ട്രംപ് അവിടുത്തെ മലയാളികളെ ഓടിക്കും എന്നൊക്കെയാണ് അവർ പറയണേ. ഏതായാലും നമുക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. നമുക്ക് നാളെ കേൾക്കാം ആർക്കാണ് സമാധാന നോബൽ സമ്മാനം, ആർക്കാണ് പാരവെച്ചെന്നൊക്കെ നാളെ അറിയാം. ഞാനൊരു 5-6 ദിവസത്തേക്ക് വീഡിയോ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഉറപ്പില്ല എനിക്ക്. ഞാനൊരു ധ്യാനം പ്രസംഗിക്കാൻ പോവാണ്. അത് കഴിഞ്ഞൊരു കോൺഫറൻസിൽ പങ്കെടുക്കണം. നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പം ചിലപ്പോൾ അടുത്ത ഒരു 5-6 ദിവസത്തേക്ക് വീഡിയോസ് ഉണ്ടാകില്ല. ഒരുപാട് വീഡിയോസ് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ കാണണം. പല കാര്യങ്ങളും പഠിക്കാനും എഴുതിയെടുക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. പ്രത്യേകിച്ച് ഇന്നലെ അൽമായർ ആരാണെന്നൊക്കെ നിർവചനം ഞാൻ നൽകിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അൽമാരെല്ലാവരും കേട്ട് നോട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. ലിറ്ററേച്ചറിയെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളുണ്ട്.
അങ്ങനെ മറിയത്തെക്കുറിച്ചുണ്ട്. അങ്ങനെ ഈ തിരുവചന ധ്യാനങ്ങളുണ്ട്. ഇതെല്ലാം ഒരു 5-6 ദിവസത്തേക്ക് നിങ്ങൾ വീണ്ടും ഈ വീഡിയോസ് എല്ലാം കണ്ടും കേട്ടും പഠിച്ചും വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രവാചകന്മാരുടെ കാലയളവ്, മിശിഹായുടെ കാലയളവ്, സഭയുടെ കാലയളവ്, ഒറ്റ രക്ഷാചരിത്രമേ ഉള്ളൂ. ഒറ്റ രക്ഷാചരിത്രമേ ഉള്ളൂ. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് ആദാമിലൂടെ തുടർന്ന് പ്രവാചകന്മാരുടെ കാലയളവിൽ വന്ന് മിശിഹായുടെ കാലയളവ്, സഭയുടെ കാലയളവ്, ഒരൊറ്റ രക്ഷാചരിത്രമേ ഉള്ളൂ. ആ രക്ഷാചരിത്രത്തിന്റെ പുതിയ യുഗമാണ് സഭയുടെ കാലയളവ്. ക്രിസ്തു നിറവേറ്റിയ രക്ഷ വിതരണം ചെയ്യുന്ന കാലയളവാണ് സഭയുടെ കാലയളവ്. ആ വിതരണം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ആദ്യ ഗഡുവായിട്ട് നൽകിയിട്ടാണ്. അതിന്റെ പൂർണ്ണത മരിച്ചതിന് ശേഷമാണ്. എന്തൊരു ഗംഭീരമായ സംഗതിയാണിത്. സഭയുടെ യുഗം പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ ആദ്യ ഗഡുവായി വർഷിക്കുന്ന കാലയളവാണ്. ദൈവിക ജീവൻ എന്ന പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ, പകർന്നു കൊടുക്കാൻ ക്രിസ്തു സ്ഥാപിച്ച ദിവ്യ കർമ്മത്തെ, ദിവ്യ രഹസ്യത്തെ കൂദാശ എന്ന് വിളിക്കുന്നു. പരിശുദ്ധനായ ക്രിസ്തുവിന്റെ പരിശുദ്ധമായ പ്രവൃത്തിയാണ് കൂദാശ. കൂദാശ എന്ന വാക്കിന് അതാണ് അർത്ഥം. സുറിയാനി വാക്കാണത്. എല്ലാവരും ആ വാക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. സഭയുടെ ആ യുഗത്തില് ക്രിസ്തു താൻ വീണ്ടും വരുന്നത് വരെ തന്റെ രക്ഷാകർമ്മത്തെ തന്റെ സഭയുടെ ലിറ്റർജിയിലൂടെ ആവിഷ്കരിക്കുകയും ഹാജരാക്കുകയും പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇതാണ് 1076 അടുത്ത വാചകം. സഭയുടെ ആ യുഗത്തില്, പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന യുഗത്തില് താൻ വീണ്ടും വരുന്നത് വരെ, 1 കൊരിന്ത്യർ 11:26, തന്റെ രക്ഷാകർമ്മത്തെ, കുരിശുമരണവും തിരുവുത്ഥാനവും അല്ലെ, ആ രക്ഷാകർമ്മം തന്റെ സഭയുടെ ലിറ്റർജിയിലൂടെ ആവിഷ്കരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഹാജരാക്കുന്നു, സന്നിഗ്ധമാക്കുന്നു, പകർന്നു നൽകുന്നു. ഈ എന്താണ് രക്ഷാകർമ്മം? ക്രിസ്തു നിവൃത്തിയൊക്കെ രക്ഷാകർമ്മം എന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, പിന്നെ മനുഷ്യ അവതാരം, കുരിശ് മരണം, തിരുവുത്ഥാനം. ഈ ഭൂതകാല സംഭവങ്ങളാണ് ശരിക്കും രക്ഷാകർമ്മം. പക്ഷേ ആ ഭൂതകാല സംഭവത്തിലേക്ക് ക്രിസ്തു നിറവേറ്റിയ ആ ഭൂതകാല സംഭവത്തിലേക്ക് ഇന്ന് ഈ വർത്തമാന കാലത്തില് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റുക? ഒരൊറ്റ മാർഗമുള്ളൂ, സഭയുടെ ലിറ്റർജിയിലൂടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, സഭയുടെ ലിറ്റർജിയിലൂടെ. സഭയുടെ ലിറ്റർജിയിലൂടെ. ഓരോ വൈദികനെയും തോന്നിയാത്ത കുർബാനയിലൂടെയല്ല. സഭയുടെ ലിറ്റർജി സഭ പറയുന്ന തരത്തിൽ അനുഷ്ഠിച്ചാലേ അത് കൂദാശയാകൂ. സഭയുടെ ലിറ്റർജി സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ, സഭയുടെ തക്സയിൽ എഴുതിയിരിക്കുന്ന എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് ചെയ്യുന്ന തരത്തിൽ തന്നെ ചെയ്താലേ അത് സഭയുടെ ലിറ്റർജിയാകും. അല്ലെങ്കിൽ ഓരോ വൈദികന്റെയും തറവാട്ട് സ്വത്ത് അവന്റെ അപ്പന്റെയും അമ്മയുടെയോ അല്ലെങ്കിൽ പൂർവികരുടെ ഒക്കെ തറവാട്ട് സ്വത്ത് പോലെ ഞാനിത് കൂട്ടിച്ചേർക്കും, ഞാനത് വിട്ടുകളയും എന്നൊക്കെ പറഞ്ഞാൽ അത് സഭയുടെ ലിറ്റർജി ആകില്ല. ആ വൈദികന്റെ ഒരു ആചാരം ചിലപ്പോൾ ആകുമായിരിക്കും. പക്ഷെ ക്രിസ്തുവിന്റെ കൂദാശയോ സഭയുടെ ലിറ്റർജിയോ ആകില്ല. ഇപ്പൊ നമ്മുടെ തക്സയില് പിതാവിന്റെയും പുത്രനും വെച്ചിട്ട് ഉറങ്ങാനായിട്ട് അവിടെ അച്ചടിച്ചിട്ടില്ല. അച്ചടിച്ചിട്ടില്ലെങ്കിൽ എന്താ അതിനർത്ഥം? അത് തക്സയുടെ ഭാഗമല്ലെന്നാണ്. ചില സ്ഥലത്തൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ചിലരങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് അച്ചടിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? പൗരത്യ സുറിയാനി കുർബാനയില് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ചിട്ടല്ല കുർബാന ആരംഭിക്കുന്നത്. ലത്തീൻ സഭയിൽ പോലും അങ്ങനെയല്ല. നിങ്ങൾ ലത്തീൻ സഭയുടെ ലിറ്റർജി മിസ്സലൊന്ന് എടുത്തു നോക്കിയേ. എൻട്രൻസ് ഗാനം, പ്രവേശക ഗാനം ഇല്ലെങ്കിൽ ആന്റിഫൺ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം പിതാവിനും പുത്രനും വയ്ക്കാൻ, അല്ലേ? പ്രവേശന ഗാനം ഉണ്ടെങ്കിൽ ആന്റിഫൺ വിട്ടുകളയും അച്ഛന്മാര്. എന്താണ്? ആ പ്രവേശന ഗാനമാണ് ലത്തീൻ കുർബാനയുടെ ആരംഭം. പ്രവേശന ഗാനമാണ് ലത്തീൻ സഭയുടെ ആരംഭം. സുറിയാനി സഭയുടെ കുർബാനയുടെ ആരംഭം എന്ന് പറയുന്നത് പുക്താനഹോൻ, ഞാൻ ബലി അർപ്പിക്കട്ടെ, പുക്താനത്തെ മിശികയുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലി അർപ്പിച്ചാലും എന്ന് ജനങ്ങൾ പറയുന്നതാണ്. അത് തർജ്ജമ ചെയ്തു വന്നപ്പോൾ അന്നാ പെസഹ തിരുനാൾ എന്നൊക്കെ ആയി. അത് പാട്ടിന്റെ രൂപമാണ്. വാസ്തവത്തിൽ ആ സുറിയാനി തന്നെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. കാരണം ആ സുറിയാനിയിലുള്ളവന്റെ തർജ്ജമയായിട്ട് വന്നിട്ടില്ല ഈ അന്നാ പെസഹ തിരുനാളിൽ. അപ്പോ ലത്തീൻ സഭയിലാണെങ്കിലും ആന്റിഫൺ വെച്ചിട്ടാണ് കുർബാന ആരംഭിക്കുന്നത്. പൗരത്യ സുറിയാനി സഭയിലാണെങ്കിൽ പിതാവിനും പുത്രനും വെച്ചിട്ടല്ല, പുക്താനഹോൻ വെച്ചിട്ടാണ്. അപ്പോൾ സഭയുടെ ലിറ്റർജി സഭ അനുശാസിക്കുന്ന തരത്തിൽ, സഭ നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിൽ, തക്സയിൽ എഴുതിയിരിക്കുന്ന തരത്തിൽ, ആ തരത്തിൽ തന്നെ ചൊല്ലിയാലേ സഭയുടെ ലിറ്റർജി ആകൂ. അല്ലെങ്കിൽ ആ വൈദികന്റെ ഒരു ആചാരമാകും, കൂദാശയാകില്ല.
പരിശുദ്ധാത്മാവിനെ ആദ്യ ഗഡുവായി വർഷിക്കുന്ന കൂദാശയാകണമെങ്കിൽ സഭയുടെ ലിറ്റർജി അനുഷ്ഠിക്കണം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സഭയുടെ ആ യുഗത്തിൽ ക്രിസ്തു താൻ വീണ്ടും വരുന്നത് വരെ തന്റെ രക്ഷാകർമ്മത്തെ തന്റെ സഭയുടെ ലിറ്റർജിയിലൂടെയാണ് ആവിഷ്കരിക്കുന്നത്, ഹാജരാക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്. സഭയുടെ ലിറ്റർജി അച്ഛന്മാർ തോന്നിയ പോലെ മാറ്റിയാൽ അവിടെ പരിശുദ്ധാത്മാവും വർഷിക്കപ്പെടുകയില്ല, കർത്താവ് സ്വയം ആവിഷ്കരിക്കുകയോ സന്നിഹിതമാകുകയോ പകർന്നു നൽകുകയോ ഇല്ല. അതുകൊണ്ട് ദൈവിക ജീവൻ കിട്ടില്ല. ഇതുകൊണ്ടാണ് സഭയുടെ ലിറ്റർജിക്ക് വേണ്ടി ആളുകൾ ആവശ്യപ്പെടുന്നത്. അത് ബോധ്യമാകാത്തത് ഏക ഗണം എന്ന് പറയുന്നത് വൈദികരാണ്. കാരണം എന്താ? ലിറ്റർജി എന്താണെന്ന് അവർക്ക് അറിയില്ല. സഭയെക്കാളും കേമന്മാരെ ഞങ്ങളാണ്, കർത്താവിനേക്കാളും സഭാപിതാക്കന്മാരെക്കാളും കേമന്മാരെ ഞങ്ങളാണ്, ഞങ്ങളുടെ ഒന്നും അത്രയും വരില്ലല്ലോ 1000-2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന കർത്താവ് വിശ്വസിക്കാം എന്ന ധാർഷ്ട്യവും അഹങ്കാരവും അഹന്തയുമാണ് ഇങ്ങനെ സഭയുടെ ലിറ്റർജിയെ ധിക്കരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്ന 2 മെത്രാന്മാർക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നുള്ള അറിവല്ല. എത്ര കേമമായ അറിവുണ്ടെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നുള്ള അറിവല്ല.